ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനുമോള് ഡ്രസ്സ് എടുക്കാനായിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ പൈസ കൊടുക്കാനായിട്ട് കയ്യിൽ കാശുമില്ല. ആകെ പ്രശ്നമായി കേട്ടോ. നമ്മുടെ അലോകാണെങ്കിൽ കേട്ടോ ഫോണും എടുക്കുന്നില്ല. അലോക് വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അയ്യോ, ഇനി അവൾ എന്തായാലും കാശില്ലാണ്ട് കിടന്നുകൊണ്ട് വെപ്രാളപ്പെടുമല്ലോ, ടെൻഷൻ അടിക്കുമല്ലോ എന്ന് പറഞ്ഞ് അച്ഛനോട് ഈ കാര്യം പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുക കേട്ടോ. അപ്പോൾ അച്ഛനോട് പറയാം, ഇപ്പം നോക്കിയോ അച്ഛാ, അവൾ എന്താ ബുദ്ധിമുട്ടായിട്ട് വിളിക്കും, എത്ര തവണ വിളിച്ചു നോക്കട്ടെ, ഞാനൊന്ന് ഫോൺ ഓൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ നോക്കുമ്പോൾ കുറേ മിസ്ഡ് കോൾ കേട്ടോ. അതും കൂടെ കാണുമ്പോൾ അലോകിന് ഭയങ്കര ചിരിയാണ്. അച്ഛനോട് സന്തോഷം കൂടെ തുള്ളിച്ചാടുക കേട്ടോ. എന്തായാലും അവളോട് പറയാം ഫോണിൽ വിളിച്ചിട്ട്, ഞാൻ താഴെയുണ്ട്, ആ പരിസരത്തൊക്കെ അവൾ അങ്ങനെ അന്വേഷിച്ച് നടക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ദേ അനുമോള് കുറേ ഡ്രസ്സും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ വരുന്നുണ്ട്. ഇവളെങ്ങനെ ഇത്രയും പൈസ ഡ്രസ്സുമായിട്ട് വന്നു? ആകെ അത്ഭുതമായി കേട്ടോ. അങ്ങനെ അനുമോള് വന്ന് പറയാം, ഇത് കണ്ടോ അലോകെ, എല്ലാ ഡ്രസ്സും എടുത്തു. അലോകിന് ഞാൻ എവിടേക്ക് നോക്കി കണ്ടില്ലല്ലോ. എന്തായാലും അലോകിൻ്റെ കാർഡ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാർഡോ? അതെ, 70,000 രൂപയാളായി. ഇത്രയും വാങ്ങിച്ചു വെച്ചിട്ട് നോക്കി, അലോകിനെ കണ്ടില്ല. അതുകൊണ്ട് കാർഡ് ഉള്ളതുകൊണ്ട് ഭാഗ്യം. അതുമാത്രമല്ല, ഇന്നലെ രാത്രി ഞാൻ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇടയ്ക്കൊരു നമ്മൾ കടയിൽ പോയപ്പോൾ കാർഡിൻ്റെ പിന്നെ അലോക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഓർമ്മയിലാണ് ഞാനിതെല്ലാം പർച്ചേസ് ചെയ്തത്. രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോകട്ടോ അനുമോള്. അലോകിൻ്റെ അടുത്ത് നമ്മൾ അച്യുതം പറയാനുണ്ട്, ഇങ്ങനൊരു മണഗുണാപ്പനായ പോയല്ലോടാ നീ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പോകട്ടോ. അകത്ത് ചെന്നിട്ട് അലോകിന് ദേഷ്യം, എടി എങ്ങനെയടി നിൻ്റെ കാർഡ് എടുത്തത്? ആര് പറഞ്ഞടി എൻ്റെ കാർഡ് എടുക്കാൻ? നീ എൻ്റെ പൈസ മോഷ്ടിച്ചല്ലേടി? മോഷ്ടിച്ചോ? അതെന്താ അലോകി അങ്ങനെ? സ്വന്തം ഭാര്യയല്ലേ, കുറച്ച് ഡ്രസ്സ് എടുത്തു എന്ന് പറഞ്ഞാൽ അത് മോഷണമാവോ? ഇനി കുറേ സാധനങ്ങളുണ്ട്, ഫാൻസി ഐറ്റംസ് ഉണ്ട്, ചെരിപ്പുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതൊന്നും ഇന്ന് വാങ്ങാൻ പറ്റിയില്ല, നാളെ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വാങ്ങാം. അത് ശരി, അങ്ങനെയാണല്ലോ നിൻ്റെ പരിപാടി. ഇങ്ങോട്ട് എടുക്കടി എൻ്റെ കാർഡെന്നും പറഞ്ഞുകൊണ്ട് ആ തുണിയെല്ലാം പിച്ചി വലിച്ചെറിഞ്ഞിട്ട് പേഴ്സൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പം അനുമോള് പറയാം, ഈ തുണിയൊക്കെ നീ ഇങ്ങനെ പിച്ചി വലിച്ച് കയറിയുണ്ടെങ്കിലേ നാളെ എനിക്ക് വിഷമമൊന്നുമില്ല, നാളെ പോയി ഞാൻ വേറെ എടുത്തോളാം, എന്തായാലും കാർഡ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് കാശിന് ബുദ്ധിമുട്ടില്ല. എടി ഇങ്ങോട്ട് എടുക്കടി എന്ന് പറഞ്ഞ് ആ പേഴ്സ് എടുത്തിട്ട് അതിനകത്തുനിന്ന് കാർഡ് വലിച്ചെടുക്കാൻ നോക്കാൻ കേട്ടോ. പെട്ടെന്ന് അനുമോള് പൊതി തുറന്നൊരു കത്തി അങ്ങോട്ട് എടുത്ത് കാണിച്ചിട്ട് പറയാം, പിന്നെ ഞാനിതൊക്കെ പർച്ചേസ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അറിയാമല്ലോ എൻ്റെ സ്വഭാവം. കഴുത്തിൽ അങ്ങോട്ട് കത്തി വെച്ചിട്ട് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പത്തിന് അനു പറയാം, മര്യാദയ്ക്ക് അതൊക്കെ അവിടെ വെക്ക്, കാർഡൊക്കെ അവിടെ വെക്ക്. അങ്ങനെ അലോക എല്ലാം തിരിച്ചു കൊടുക്കാനായിട്ടാ. എന്നിട്ട് പറയുന്നുണ്ട് കത്തിയും ചൂണ്ടിക്കൊണ്ട്, അലോകേ നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, പെണ്ണൊരുമ്പിട്ടാലുണ്ടല്ലോ ഞാൻ നിൻ്റെ മൂക്കിട്ട് ഇക്ഷ എഴുതിക്കും, പിന്നെ നീ കുറേ വെള്ളം കുടിക്കാൻ പോകുന്നതേ ഉള്ളടാ എന്ന് ഇത്രയും പറഞ്ഞിട്ട് അനുമോള് പോകണ്ടോ. അലോകിന് ഭയങ്കരമായിട്ട് ദേഷ്യമായി. തൊട്ടപ്പുറത്ത് ദേവമംഗലത്താണെങ്കിൽ രാത്രി ഗോമതി സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ ദേവി വന്നിട്ടുണ്ടല്ലോ. ദേവി കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുമ്പോൾ മിത്ര വന്ന് ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ കണക്കൊക്കെ എങ്ങനെയുണ്ട്, കറക്റ്റാണോ എങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ കറക്റ്റാണ്. അപ്പോഴത്തേക്ക് മീനാക്ഷി വരാം കേട്ടോ. പിന്നെ ഭാഗ്യം തന്നെ, ഒന്നും തെറ്റാത്തത് ഞങ്ങളെ ഭാഗ്യം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ നമ്മുടെ നീനുവും മിത്രയും കൂടെ ചേർന്നിട്ട് ദേവീനെ കളിയാക്കട്ടോ. അപ്പോൾ ദേവി ചോദിക്കുകയാണ്, എന്താടി രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കാല്ലേ? കാരണം ദേവിയുടെ ഉത്തരവാദിത്വവും ആത്മാർത്ഥതയും ആ പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്ന് കടയ്ക്ക് വേണ്ടി നിൽക്കുമല്ലേ, അത് വെച്ചിട്ടാണ് ഇവർ കളിയാക്കണം കേട്ടോ. അത് കണ്ടിട്ട് ബാലൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ കാര്യം മോളെ, കണക്കൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞച്ചാ കണക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നോക്കുമ്പോൾ ബാലിനെ അത്ഭുതപ്പെടുക കേട്ടോ. തലേദിവസം 12,000 രൂപയായിരുന്നു കൂടുതൽ, ഇന്ന് 15,000 രൂപയ്ക്ക് കൂടുതൽ വിറ്റിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും അത് ഭയങ്കര സന്തോഷമാവണം. അപ്പോൾ തന്നെ സുകന്യയും ധർമ്മനും കൂടെ അങ്ങോട്ട് വരുമോ. ധർമ്മൻ ഇത് കണ്ടിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ ദേവിയുടെ ഒരു നല്ലൊരു കൈപുണ്യം കൊണ്ടൊക്കെ സംഭവിക്കുന്നതാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ദേവി പറയാം, അങ്ങനെയൊന്നുമില്ല മാമ, ഇതൊക്കെ എല്ലാവരുമായിട്ട് ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലാതെ ഞാൻ അവിടെ ഇരുന്നുണ്ട് എൻ്റെ ഐശ്വര്യം കൊണ്ടൊന്നും അല്ല ഇതൊന്നും വരുന്നതെന്ന് ദേവി. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് സുകന്യക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. ദേഷ്യം മുഖത്ത് കനപ്പിച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവർ ഇങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശം ആരെയും കൂടെ കയറി വരുവാണ്. വന്ന പാടെ തന്നെ മീനാക്ഷി ആകാശിന് ആദ്യം ഒരു വഴക്ക് കൊടുക്കുകയാണ്, എത്ര നേരമായിട്ട് വിളിക്കുന്ന ആകാശേ, ഫോൺ എടുക്കാഞ്ഞ എന്താന്ന്, ഇവർ ജീവനെ കാണാൻ പോയതല്ലേ. അപ്പോൾ ഇത് പക്ഷേ മറച്ചു വെക്കുന്നില്ല. അച്ഛനോട് ഇവർ തുറന്നു പറയാട്ടോ, അച്ഛാ ഞങ്ങളിന്ന് ജീവനെ കണ്ടു. ജീവനെയോ? അതെന്തിനാണ് നിങ്ങൾ കണ്ടത്? ഞങ്ങൾ കാണാമെന്ന് വിചാരിച്ചു, ഞങ്ങൾ വിളിച്ചെടുത്ത് വരികയും ചെയ്തതാ. എന്തിനാടാ അവനെയൊക്കെ പോയി കാണുന്നതെന്ന് ചോദിച്ച് ബാലൻ വഴക്കൊടുക്കാണ് കേട്ടോ. അപ്പോഴാണ് ആര്യം പറയണമെന്ന് വെച്ചാൽ 1 കോടി രൂപ അവൻ്റെ അമ്മ ചോദിച്ചിവിടെ വന്നില്ലേ, അതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒരു അല്പം വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ജീവനെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നി ഞങ്ങളെ വിളിച്ച് സംസാരിച്ചു. നാണം കെട്ടവന്മാരെ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? എടാ
തെറ്റ് ചെയ്തത് നിൻ്റെയൊക്കെ സഹോദരിമാരാണ്, അല്ലാതെ അവരല്ല. അവരെ നാണം കെടുത്തുകയും അവർക്ക് നമ്മളെ എല്ലാവരെയും തെറ്റുകാരാക്കി നിർത്തി നിൻ്റെ സഹോദരിയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട നമ്മുടെ ബാധ്യസ്ഥനാണ്. അവിടെ പോയി കാല് പിടിക്കാൻ നിനക്ക് നാണമില്ലേ? അച്ഛാ, അത് മിണ്ടി പോവരുത്. അച്ഛൻ എന്താ പറഞ്ഞത്? പൈസ ഇല്ലെങ്കിൽ നമ്മൾ വീട് വിറ്റു, അത് ശരിയാവോ ഇല്ലേ? ഒരൊറ്റ അടി ഞാൻ അങ്ങോട്ട് വെച്ച് തന്നാലുണ്ടല്ലോ എന്നും പറയാട്ടോ. അപ്പത്തിന് ഗോമതി, അയ്യോ ബാലേട്ടാ, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ, പിന്നല്ലാതെ ഞാൻ എന്ത് പറയാനാ? നോക്കടി, അവരുടെ കാല് പിടിക്കാൻ പോയിരിക്കണു, നാണമുണ്ടോ? എടാ, ഞാനാണ് അവർക്ക് വാക്ക് കൊടുത്തത് പൈസ തരാമെന്ന്. എനിക്കറിയാം ഇതെങ്ങനെയെങ്കിലും ഞാൻ ചെയ്യും എന്നുള്ളത്. പിന്നെ എന്തിനാ പോയത്? എന്നെ അഭിമാനം കൂടെ ഇല്ലാതാക്കാൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഉടനെ ആര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ദുരഭിമാനവും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റും. എടാ, നീ എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞോടാന്ന് ചോദിച്ചിട്ടുണ്ട് വീണ്ടും ബാലൻ കയ്യോങ്ങാട്ടോ. അങ്ങനെ അവിടെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണ്. എന്നിട്ട് ബാലൻ പറയാം, ഇതേ എല്ലാവരും കൂടെ ചേർത്ത് ഞാൻ പറയാം, അവർക്ക് വാക്ക് കൊടുത്തത് ഞാനാണ്. അത് ഇനി 1 കോടിയല്ല 10 കോടിയായാലും ശരി, ഈ വീട് വിറ്റിട്ടാണെങ്കിലും ഞാൻ അവരുടെ കടം തീർക്കും. അതിൻ്റെ അഭിമാന പ്രശ്നമാണ്, ഇതിലാരും ഇടപെട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ അവിടുന്ന് പോവാട്ടോ. അപ്പോൾ ബാക്കി എല്ലാവർക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ഗോമതി വന്ന് പറയാം, ദൈവമേ, ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പം നടന്ന് പോകുന്നത്. ഇതിനൊരു അറുതിയില്ലേ ദൈവമേ. ഇപ്പോൾ ഇതോ അച്ഛനും മക്കളും തമ്മിൽ ചാവാൻ തുടങ്ങിയോ ഈശ്വര, ഇതൊക്കെ എന്താ ഇത്? എനിക്ക് മനസ്സിലാവണില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാലെന്നും പറഞ്ഞ് അവരാകെ പ്രശ്നം വഷളാവാതിരിക്കാൻ വേണ്ടി ഇടപെട്ട് കരച്ചിലും കണ്ണീരും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. കൃഷ്ണമംഗലത്താണെങ്കിൽ അച്യുതന് ഭയങ്കര സംശയമുണ്ട്. അനുമോൾ എന്തോ പക തീർക്കാൻ വേണ്ടി അലോകിനെ നൈസായിട്ട് കല്യാണം കഴിച്ച് ഇവിടെ വന്നതാണ്, അല്ലാതെ സ്നേഹം കൊണ്ടൊന്നും അല്ലാന്ന്. അത് രാജശ്രീയോടും അലോകിനോടും നിന്ന് പറയാട്ടോ. അപ്പോൾ തന്നെ ഉടനെ നമ്മുടെ രാജശ്രീ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലേ, അവളുടെ അടവ. അവൾ കണ്ടില്ലേ രഹസ്യമായിട്ട് ഇന്നലെ രാത്രി തന്നെ അവൻ്റെ കാർഡ് എടുത്ത് വെച്ചതും കാശ് കൊടുത്ത് സാധനം വാങ്ങിയതും. അയ്യോ അച്ചേട്ടാ, അങ്ങനെ ചിന്തിക്കണ്ട. അത് അവളുടെ സ്വാതന്ത്ര്യം കൊണ്ട്, ഭർത്താവിനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ടല്ലേ അങ്ങനെ ചെയ്ത്. പിന്നെ സ്വാതന്ത്ര്യം അവളെ ഇവന് ശരിക്കും ഉപദ്രവിക്കുന്നുണ്ട്. അവൻ്റെ ദേഹം നോക്കടി, ഇടികൊണ്ട ചതവും അടികൊണ്ട പാടുകളും ഒക്കെ ഉണ്ട്. ആണോടാ? പിന്നല്ല, അതൊക്കെ റൊമാൻസിലല്ലേ. റൊമാൻസ് ആണെങ്കിൽ ഇങ്ങനെയാണോ ഇവിടെ ചെയ്യുന്നത്? അപ്പോൾ ഇതൊന്നും റൊമാൻസ് കൊണ്ടല്ലേടാ എന്നിങ്ങനെ രാജശ്രീ ചോദിക്കട്ടോ. അലോകിനാണെങ്കിൽ ഒറ്റ അക്ഷരം മിണ്ടാനേ പറ്റുന്നില്ല. അപ്പോൾ അച്യുത വീണ്ടും പറയാം, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു ഈ അനുമോളെ. അവൾ നമ്മളോട് പകരം തീർക്കാൻ വേണ്ടി ദേവമംഗലത്തുനിന്ന് ഇങ്ങോട്ട് കെട്ടി എന്നുള്ളത് വന്നതാ. എടാ അലോകെ, എത്രയും വേഗം ഈ അനുവിനെ നിൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കണം. അച്ചുവേട്ടൻ എന്തൊക്കെയാണ് പറഞ്ഞത്? അവൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണല്ലേ, അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ? ഒഴിവാക്കണം, അല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. മനസ്സിലായല്ലോ? ഞാൻ വീണ്ടും പറയാം, അവൾ നമുക്ക് അപകടകാരിയാണ്. അപകടം വരുത്തി വെച്ചുകൊണ്ടേയിരിക്കും. ഇനി എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാൻ പറ്റും. അപ്പം രാജശ്രീ വീണ്ടും ചോദിക്കണം, എടാ ഇതൊക്കെ സത്യമാണോ? അയ്യോ, അവളെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ ഇല്ലേ അതെനിക്കറിയില്ല. സാവകാശം ചെയ്താൽ മതി, ചാടിക്കേറി ഒന്നും ചെയ്യരുത് എന്ന് വീണ്ടും നമ്മൾ രാജശ്രീ പറഞ്ഞു കൊടുക്കാട്ടോ. അപ്പോൾ അലോക് പറയാം, അച്ഛാ അത് വേണം, എത്രയും വേഗം അവളെ തലേന്ന് ഒഴിവാക്കിയിട്ടേ അന്ന് ഏട്ടൻ പറഞ്ഞ ആ കോടീശ്വരൻ്റെ മോളുണ്ടല്ലോ, അവളെ അങ്ങ് കല്യാണം ആലോചിക്കാം, അതാ നല്ലത്. അതൊക്കെ ഇനി നടക്കുമോ? നടക്കാത്ത എന്താ, എല്ലാം നടക്കും. അതിനുള്ള സമയവും സന്ദർഭവും ആകുമ്പോൾ നടക്കും. എന്നാലും അച്ഛാ, ചാടിക്കേറി ഇപ്പോൾ അനുവിനെ ഒഴിവാക്കുമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. ചാടിക്കേറിയല്ല, നൈസായിട്ട് സമയം എടുത്ത് ആലോചിച്ച് എത്രയും വേഗം അവളെ തലേന്ന് ഒഴിച്ച് മാറ്റി നിർത്തിക്കൊള്ളാം. പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ തന്നെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അന്ന് രാത്രി തന്നെ അച്ഛൻ്റേത് നല്ല വഴക്കിട്ട് പറയാനും ആകാശം ആര്യനൊക്കെ വലിയ സങ്കടത്തിൽ സിറ്റോട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. മിത്രയും മീനാക്ഷിയും ധർമ്മനും ഒക്കെ ഉണ്ട്. എങ്ങനെ അച്ഛനെ സഹായിക്കാൻ പറ്റും, കാശ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർ ചിന്തിക്കുകയാണ്. അപ്പോൾ മീനാക്ഷി പറഞ്ഞിട്ടുണ്ട്, ഞാൻ PF നിന്ന് കുറച്ച് ലോണ് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ആര്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പോകുന്നതിനേക്കാൾ ഇരട്ടിക്ക് ഞാൻ ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കാം, കുറച്ചും കൂടെ നൈറ്റൊക്കെ ഓടിയിട്ട്. അപ്പോൾ ധർമ്മം പറയാണ്, സുകന്യയുടെ കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ട്, അത് നമുക്ക് പണയം വയ്ക്കുകയും ചെയ്യാം, പിന്നീട് വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ മീനാക്ഷി അതിനെ എതിർക്കുക കേട്ടോ. അവരതൊന്നും തരത്തില്ല എന്ന് പറയാണ്. ഇല്ല, തന്നാലും നമുക്ക് അത് വേണ്ട എന്ന് മീനാക്ഷി കട്ടായത്തി പറയാട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ എന്തെങ്കിലും ഒരു തീരുമാനം ഒപ്പിക്കണം. ആകാശം ആകെ ടെൻഷനില്ല. എടുത്തു ചാടി അച്ഛൻ ഈ വീട് വിറ്റ് കളയോ, എനിക്കതാണ് പേടി. അച്ഛൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി അച്ഛൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണത്. ഇല്ല, അതിലേക്കൊന്നും എത്തില്ല. അതിന് മുമ്പേ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാമെന്ന് ഇവരിങ്ങനെ ആലോചിക്കാം കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മുടെ ആനന്ദ് ജോലിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് എല്ലാവരും അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും പുറത്തിറങ്ങി നിന്ന് ഉദയഭാനുവിൻ്റെ ഫോണിൽ വിളിക്കുകയാണ്. ഉദയഭാനു ആകെ ടെൻഷനായി ആനന്ദിൻ്റെ ഫോണിന് കാണുമ്പോൾ തന്നെ. എന്തിനാണാവോ ഈ മരണം വിളിക്കുന്നത്? അപ്പോൾ ആനന്ദ് പറയാം, എടോ ഫ്രോഡേ, തൻ്റെ മോളോട് ആ ഗോമതി സ്റ്റോറി പോവല്ലെന്ന് പറയാൻ ഞാൻ പറഞ്ഞു, നിങ്ങളത് പറഞ്ഞോ? അല്ല മോനെ, അത് എന്തുവാടോ പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ലേ. ഇന്ന് തന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞോളണം, നാളെ തൊട്ട് അവൾ അവിടെ പോകാൻ പാടില്ല, മനസ്സിലായല്ലോ എന്നൊക്കെ അങ്ങ് പറയാട്ടോ. അവസാനം
നമ്മുടെ ഇതെല്ലാം കേട്ടും കൊണ്ട് ഇല്ലെങ്കിൽ ഞാനെങ്ങനെ തീരുമാനം എടുക്കും തൻ്റെ മോളുടെ കാര്യത്തിൽ വീട്ടിൽ കൊണ്ടാക്കുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഇതെല്ലാം ദേവി കേട്ടോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ദേവിയോട് ചോദിക്കുന്നുണ്ട്, എന്താട്ടി നീ പുറകെ വന്ന് നിൽക്കുന്നത്? നീ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടോ? അച്ഛനെയാണോ വിളിച്ചത്? ആണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നാണ്? എല്ലാം കേട്ടില്ലേ? എല്ലാം കേട്ടില്ല, എന്തോ തീരുമാനം എടുക്കുന്നു അങ്ങനെ എന്തോ പറഞ്ഞു. അല്ല അതൊക്കെ പോട്ടെ. പിന്നെ ആനന്ദേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. അച്ഛനെ നമുക്ക് കുറച്ച് സഹായിക്കണ്ടേ? അച്ഛൻ കിടന്ന് ഓടുമല്ലേ പൈസയ്ക്ക് വേണ്ടിയിട്ട്. ഓ, അതിനിപ്പോൾ നീ എന്തിനാണ് ഈ ടെൻഷൻ അടിക്കണേ? നിൻ്റെ അച്ഛൻ കോടീശ്വരനല്ലേ? പറഞ്ഞാൽ അയാൾക്ക് ഈ 1 കോടിയൊന്നൊന്നുമല്ല, വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ദേവിക്ക് വിഷമമായിട്ട് പറയാം, ആനന്ദേട്ടാ എൻ്റെ അച്ഛൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു തെറ്റാ ഈ കോടീശ്വരൻ എന്നുള്ളൊരു പദവിയും. അത് ഞാൻ സമ്മതിക്കുന്നു. ഓ അത് ശരി. ഇപ്പോൾ എന്തിനാണാവോ പകുതി ഇങ്ങോട്ട് വന്നത്? അത് നമുക്ക് സഹായിച്ചൂടെ? എൻ്റെ കയ്യിലെ കുറച്ച് ഗോൾഡുണ്ട്, അത് നമുക്ക് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ അച്ഛനെ സഹായിച്ചാലോ എന്ന് ചോദിക്കുക. പിന്നെ ആ ഫ്രോഡ് നിനക്ക് തന്ന ഗോൾഡല്ലേ, അത് മുക്ക് പണ്ടമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അല്ല ആണെന്നിട്ടാ, അതിവിടുത്തെ അച്ഛൻ എനിക്ക് തന്നതാന്ന് പറയാൻ പോകുമ്പോൾ അത് മുഴുവിപ്പിക്കുന്നില്ല കേട്ടോ. മതിയടി, നിർത്ത്. നിൻ്റെ ഉപദേശങ്ങളൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. ഈ വീട്ടിലെ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം തീരുമാനിക്കാൻ. നീ ഈ വീട്ടിൽ ആരുമല്ല. പിന്നെ എന്തിനാ നീ അഭിപ്രായം പറഞ്ഞുകൊണ്ട് വന്നത്? പോടി എന്ന് പറഞ്ഞു ഓടിച്ചു വിടുക കേട്ടോ. അങ്ങനെ ആനന്ദ് അവിടുന്ന് പോവാണ്. പിറ്റേ ദിവസം രാവിലെ ഗോമതി അവിടെ ചെടികൾക്കൊക്കെ വെള്ളം തളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അനുമോൾ അത് കാണുവാണ് കേട്ടോ. അനുമോൾക്ക് വല്ലാത്ത സങ്കടമാവാണ്. ഇന്ദിരാമ അങ്ങോട്ട് വരുന്നുണ്ട്. വന്നിട്ട് പറയാം, മോൾ അമ്മയെ നോക്കി നിൽക്കുകയല്ലേ? എന്തായാലും നിന്നോട് അവൾക്ക് ദേഷ്യമൊന്നുമില്ല, അതുകൊണ്ട് നീ അങ്ങോട്ട് പോയി സംസാരിക്കുമെന്ന് പറയട്ടെ. ആദ്യം അനുമോൾ നന്നായിട്ട് മടിക്കുന്നുണ്ട്. ഇല്ല മോള് വിഷമിക്കേണ്ട ചെല്ല്, എത്രയൊക്കെയായാലും അവളുടെ മനസ്സിൽ സ്നേഹമുണ്ട്. അമ്മമാരെ അങ്ങനെ തന്നെയാണ്, എനിക്കറിയാം. നീ ഒന്ന് ചുവട് വെച്ച് തുടങ്ങിക്കോ, ബാക്കി ഞാൻ നിനക്ക് പിന്നിൽ നിന്ന് സപ്പോർട്ട് തരാമെന്ന് പറയാം. അങ്ങനെ മടിച്ച് അനുമോൾ അങ്ങോട്ട് ചെല്ലാട്ടോ. ചെന്ന് അമ്മേന്ന് വിളിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ അനുമോൾ. മോളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് കേട്ടോ നമ്മുടെ ഗോമതിക്ക്. മോളേന്ന് വിളിക്കുന്നുണ്ട്, എന്നാലും പെട്ടെന്നാണ് ആ സ്വഭാവം അങ്ങ് മാറിയത്. അനുമോൾ എല്ലാവരെയും കരുതി വെച്ചിട്ട് ആലോകിൻ്റെ കയ്യും പിടിച്ച് അവിടുന്ന് പോകുന്ന കാര്യം വീണ്ടും ഗോമതിയുടെ മനസ്സിലേക്ക് ഓർമ്മ വരുവാട്ടോ. പെട്ടെന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, അമ്മയോ? ആരാടി നിൻ്റെ അമ്മ? ഇറങ്ങിപ്പോടി ഇവിടെ നിന്നും പറഞ്ഞുകൊണ്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന ആ ബക്കറ്റോടുകൂടി ആ വെള്ളത്തോടുകൂടി നമ്മുടെ അനിമോളുടെ ദേഹത്തേക്ക് ഒരു ഒറ്റ ഒഴുപ്പങ്ങോട്ട് ഒഴുകുക. അയ്യോ എന്ന് വിളിക്കുകയാണ് കേട്ടോ അനിമോൾ. ഇറങ്ങിപ്പോക്കോ മര്യാദക്കിനകത്ത് കാലെടുത്ത് വെച്ചേക്കെന്ന് പറയാം കേട്ടോ. അനിമോളാണെങ്കിൽ അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്